പള്ളിപ്പുറം പ്രിയദർശിനി കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ 78ാമത് സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. DCC സെക്രട്ടറി MJ ടോമി പതാക ഉയർത്തി. തുടർന്ന് നടന്ന സ്വാതന്ത്ര്യദിന സദസ്സ് മുൻ MP KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. ജോസഫ് പനിക്കൽ, മാത്യൂസ് പുതുശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. വിവിധ മണ്ഡലങ്ങളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. പരിപാടികളോടെ രാജ്യം ആഘോഷിക്കുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ജീവത്യാഗം ചെയ്ത വീരദേശാഭിമാനികൾക്കും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ്. ഇതിൻ്റെ അധ്യക്ഷൻ ശ്രീ KB ശിവന് ഞാൻ ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഉദ്ഘാടനത്തിനായി ഈ സ്വാതന്ത്ര്യദിന സദസ്സ് ഉദ്ഘാടനത്തിനായി ബഹുമാനായ മുൻ MP മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനുമായിരുന്ന പ്രിയപ്പെട്ട ശ്രീ KP ധനപാലൻ അവരുടെ ക്ഷണിക്കും. സ്വാതന്ത്ര്യ ദിനാഘോഷം ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തെവിടെയെല്ലാം ഇന്ത്യക്കാരുണ്ടോ അവിടെയെല്ലാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ സമുചിതമായി കൊണ്ടാടുകയാണ്. ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആ സ്വാതന്ത്ര്യ ദിനാഘോഷം വലിയ ഉത്സവ ലഹരിയിൽ നമ്മളെല്ലാം കൊണ്ടാടിയിരുന്നു. പക്ഷേ ഇത്തവണ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വയനാട് ദുരന്തത്തെ തുടർന്ന് വലിയ ആഘോഷ പരിപാടികളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട്, എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷം സമുചിതമായി ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഭാരതത്തിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് ഞാനും നിങ്ങളുമെല്ലാം കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് കിട്ടിയ ഈ സ്വാതന്ത്ര്യം അത് നിലനിർത്താൻ വേണ്ടിയുള്ള ശക്തമായ പോരാട്ടത്തിന് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും എല്ലാം മറന്നുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നാണ് അവർ ഇന്നലെ നമ്മളോട് ആഹ്വാനം ചെയ്തത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സന്ദേശത്തിൽ അദ്ദേഹം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം നേടിയ നേട്ടങ്ങളുടെ ലോകത്തിന് തന്നെ അത്ഭുതകരമായ ഭാരതത്തിൻ്റെ ചിത്രം അദ്ദേഹം വരച്ചു കാണിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രം അത് മറ്റൊരു രാജ്യത്തിനോ ഒരു രാഷ്ട്രത്തിനോ അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നല്ല. മറിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, പ്രത്യേകിച്ച് ഗാന്ധിജി സമര നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം അഹിംസാ മാർഗത്തിലൂടെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള ആഹ്വാനമാണ് ജനങ്ങളോട് നൽകിയത്. ബ്രിട്ടീഷുകാരോട് പോരാടുമ്പോൾ എല്ലാ ആയുധധാരികളായി നിൽക്കുന്ന ഒരു രാഷ്ട്രം, ലോകത്തെ മുഴുവൻ അടക്കി വാഴുന്ന ഒരു രാജ്യം, ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് അഹിംസാ മന്ത്രത്തിലൂടെ എങ്ങനെയാണ് സ്വാതന്ത്ര്യം നേടിത്തരാൻ കഴിയുക എന്ന സംശയം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പലർക്കും അന്ന് ജീവിച്ചിരുന്ന ജനവിഭാഗങ്ങളിലുമൊക്കെ ഉയർന്നു വന്നു എന്നുള്ള യാഥാർത്ഥ്യം. വാളെടുത്താൽ വാളുകൊണ്ട്, തോക്കെടുത്താൽ തോക്കുകൊണ്ട്, ആയുധമെടുത്താൽ ആയുധം കൊണ്ട് നേരിടണം എന്ന ചിന്താഗതി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ രാഷ്ട്രപതി സൂചിപ്പിച്ചതുപോലെ
ഒരു സമാധാനത്തിൻ്റെ ആ അടിത്തറ പാകിയത് കൊണ്ടാണ് ഇന്നും ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുന്നത് എന്നിട്ടാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യ വിട്ടു പോകാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ നിലപാടിനെ കുറിച്ച് വിമർശനമുണ്ടാകുമ്പോൾ ഗാന്ധിയൻ ആദർശങ്ങൾ പഴഞ്ചനാണ്. അതുകൊണ്ട് വിപ്ലവകരമായ ഒരു സമീപനത്തിലൂടെ മാത്രമേ രാജ്യത്തിൽ നേടാൻ കഴിയൂ എന്ന തുറന്ന വിമർശനവും ആക്ഷേപവും ഗാന്ധിജിക്കെതിരെ ഉയർന്നപ്പോഴും അദ്ദേഹം വളരെ ഉറച്ച് തൻ്റെ നിലപാടിൽ നിൽക്കുകയുണ്ടായി. ജാലിയൻവാലാബാഗിൽ കൂട്ടക്കൊലയുണ്ടായപ്പോഴും ചൗരി ചൗരി സംഭവത്തിൽ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അഹിംസാമാർഗം പാളിപ്പോയപ്പോഴും ഒരു ബൾബ് ഓഫ് ചെയ്യുന്നത് പോലെ ആ സ്വാതന്ത്ര്യ സമരത്തെ ഓഫ് ചെയ്യാൻ അദ്ദേഹം മുന്നോട്ട് വരികയുണ്ടായി. നമ്മുടെ മാർഗം അക്രമമല്ല, അക്രമത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ത്യയുടെ ജനങ്ങളാണ് സ്വാതന്ത്ര്യ സമരത്തെ ഏറ്റെടുത്തത്. ഏറ്റവും നിർണായകമായ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സ്വർണ്ണലിപികൾ എഴുതപ്പെടുന്ന ഒരു ദിനമാണ് 1942 ആഗസ്റ്റ് മാസം 9 ആഗസ്റ്റ് മാസം 8 മുംബൈയിൽ കൂടിയ AICC സമ്മേളനം. ആ AICC സമ്മേളനത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു പ്രമേയം ഗാന്ധിജിയുടെ സാന്നിധ്യത്തിൽ അവതരിപ്പിക്കുകയാണ്. ക്വിറ്റ് ഇന്ത്യ, നിങ്ങൾ ഇന്ത്യ വിട്ടു പോവുക ബ്രിട്ടീഷുകാരോട്. ആ പ്രമേയം ആവേശത്തോടു കൂടിയാണ് ആ AICC പാസ്സാക്കിയത്. ഗാന്ധിജി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഭരിക്കുക. ആ മുദ്രാവാക്യം ഇതിലെ ചെറുപ്പക്കാരും ജനങ്ങളും ഏറ്റെടുത്തു. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജിയുടെ മാർഗം പഴഞ്ചനാണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് ഏറ്റവും ശക്തമായ മറുപടിയാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇത്രയും വിപ്ലവകരമായൊരു മുദ്രാവാക്യം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് ആവേശം കൊടുത്ത ഇന്ത്യ ആബാലവൃദ്ധ ജനങ്ങളെയും സ്വാതന്ത്ര്യ സമരത്തിന്റെ പന്ഥാവിലേക്ക് വലിയ ആവേശത്തോടുകൂടി ഇറക്കിവിട്ട ആ മുദ്രാവാക്യം ഉയർത്തുമ്പോൾ പുതിയ തലമുറയോട് നമുക്ക് പറയാനുള്ളത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് പഠിക്കണം. എങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്? ആരൊക്കെയാണ് ദേശീയ നേതൃത്വം മുതലിൽ മുന്നോട്ട് നേതൃത്വം കൊടുത്തത്? മഹാത്മാഗാന്ധിജിയെ കുറിച്ചും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചും മൗലാന അബ്ദുൽ ഖാസിം കലാമിനെ കുറിച്ചും സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് നേതാക്കന്മാർ നമുക്ക് കാലകാലങ്ങളിൽ നമുക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ നേതൃത്വം കൊടുത്ത ഒരുപാട് നേതാക്കന്മാർ നമുക്ക് മൺമറഞ്ഞു പോയി. കേരളത്തിൻ്റെ പ്രധാന ചുമതലക്കാരൻ ശ്രീ ഈ സ്വാതന്ത്ര്യദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ശ്രീ ധനപാൽ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, സുഹൃത്തുക്കൾ, വളരെ മനോഹരമായ ഒരു പ്രസംഗമായിരുന്നു ധനപാൽ സാറ് ഇവിടെ കാഴ്ചവെച്ചു. സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ചുള്ള അതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ ചെറുതായി ഒന്നും വിട്ടുപോകാതെ നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഒന്നിലേറെ അധികം ആളുകൾ ഈ സമ്മേളനത്തിൽ സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്. ആദ്യമേ തന്നെ രാജ്യത്തിൻ്റെ 77 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന സ്വാതന്ത്ര്യ ദിന ആശംസകൾ എല്ലാ നാട്ടുകാർക്കും വിനയപൂർവ്വം ആശംസിക്കുകയാണ്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംസ്കാരത്തെ വീണ്ടെടുക്കുവാനും
നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകവും രാജ്യത്തിൻ്റെ ചരിത്രവും അത് പുതുതലമുറയിലേക്ക് കൈമാറാനും അതോടൊപ്പം തന്നെ പ്രതിഭകളെ മുന്നിലേക്ക് കൊണ്ടുവരികയും പ്രതിഭകളോടൊപ്പം രാജ്യമുണ്ടെന്നും രാജ്യം അവർക്ക് വേണ്ടിയാണെന്നും അവർ രാജ്യത്തിന് വേണ്ടിയാണെന്നുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ഈ സമ്മേളനത്തിൽ നടക്കുന്നു. ഇത് വലിയ ഒരു സംരംഭമായി, വലിയ ഒരു പ്രവർത്തനമായി ഞാനിതിനെ കാണുകയാണ്. സംസ്കാര ചിത്തരുടെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകളെ ആദരിക്കുവാനും അതോടൊപ്പം തന്നെ ഏറ്റവും താഴെയുള്ള ആളുകളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുവാനുമുള്ള ഒരു ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുകയാണ്. അത്തരത്തിലൊരു ഉത്തരവാദിത്വം ഇവിടെ നിർവഹിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാനിതിനെ നോക്കിക്കാണുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ്, ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ്, ഏറെ പീഡനങ്ങൾ സഹിച്ചാണ് നമുക്ക് മുൻപേ പോയ ആളുകൾ കഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്തരത്തിൽ ഇന്നിവിടെ നിൽക്കുവാനും ചിന്തിക്കുവാനും പ്രതിഷേധിക്കുവാനും ഒക്കെ അവസരമുണ്ടായത്. ഇത് മറ്റ് രാജ്യങ്ങളിൽ ഇല്ലാത്ത ഒന്നാണ്. നമുക്കറിയാം, അവരുടെ ദാരിദ്ര്യവും ഈ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മനസ്സിലാക്കി അതിന് ഒരു പരിഹാരമാകണം തങ്ങളുടെ ജീവിതം, തങ്ങളുടെ കഴിവ് എന്ന് ഞാൻ വിനയപുരസ്സരം അവരെ ഓർമ്മിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ദേശത്തിൻ്റെ ഈ സ്വീകരണം ഏറ്റുവാങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. അത് കലാലോകത്തിനും സന്തോഷമാണ്, സംസ്കാര ചിത്തരുടെ ഒരു ലക്ഷണമായിട്ട് കാണുകയാണ്. മുഴുവൻ പ്രതിഭകളെയും സന്തോഷപൂർവ്വം ആദരപൂർവ്വം ആശംസകളും നന്മകളും അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിലേക്ക് സംസാരിക്കാനായിട്ട് ഒട്ടും പ്രശസ്തനല്ലാത്ത എന്നെയും ഉൾക്കൊള്ളാൻ സന്മനസ് കാണിച്ച മുഴുവൻ ദേശാഭിമാനികൾക്കും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ മുഴുവൻ ആശംസകളും. ഇനിയുള്ള നാളുകളിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നേറണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹീളായ സഹോദരി സഹോദരന്മാർ, ഇന്ത്യ മാത്രമല്ല ലോകത്തിലെമ്പാടുമുള്ള ഇന്ത്യക്കാർ ഏറെ അഭിമാനം കൊള്ളുകയും ആഹ്ലാദിക്കുകയും അതിലേറെ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരു സുദിനമാണ് ഇന്ന്. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യ ദിനം ലോകമെമ്പാടും ഇന്ത്യക്കാർ ആഘോഷിക്കുമ്പോൾ നാം ഇന്ന് കേരളീയർ ഒരു മ്ലാനമായ ദുരന്തബോധത്തിൽ വിഷാദഭക്തരായി നിന്നുകൊണ്ടാണ് ഈ ആഘോഷങ്ങൾക്ക് മുന്നിൽ നിലകൊള്ളുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ കേരളം അനുഭവിച്ചിട്ടില്ലാത്ത മഹാദുരന്തം കേരളീയ ജനതയെ മുഴുവനും ദുഃഖത്തിലാക്കുകയും അവൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് നിരർത്ഥകമായ ഒരു ഭീതി മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന മ്ലാന മുഖം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ ആഘോഷങ്ങൾ നാം നടത്തേണ്ടി വരുന്നത്. അതിനെക്കുറിച്ച് വിശദമായി ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ ഇനിയുള്ള കാലം ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ നിരന്തരമായി നമ്മെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഭീതിജനകമായ ഒരു മനോഭാവം നമ്മളിൽ ഇപ്പോൾ അവശേഷിക്കുകയാണ്.